ലോകമാകാംക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളുമായി വത്തിക്കാൻ. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് മെയ് മാസം 7-ാം തീയതി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിക്കും. ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കർദിനാളന്മാരുടെ 5ാമത്തെ പൊതുവായ സമ്മേളനത്തിനാണ് കൈക്കൊണ്ടത്. സമ്മേളനത്തിലെ തീരുമാനം വത്തിക്കാൻ വാർത്താകാര്യാലയമാണ് പ്രസിദ്ധീകരിച്ചത്. കോൺക്ലേവിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാനുള്ളതിനാൽ ഏപ്രിൽ മാസം 28-ാം തീയതി മുതൽ സിസ്റ്റൈൻ ചാപ്പൽ, അതായത് ഇന്നു മുതൽ സിസ്റ്റൈൻ ചാപ്പൽ പൊതുജനങ്ങൾക്കായി തുറക്കുന്നതല്ല എന്നും വത്തിക്കാൻ അറിയിച്ചു. 5ാമത്തെ പൊതുസമ്മേളനത്തിൽ 180ഓളം കർദിനാളന്മാരാണ് സംബന്ധിച്ചത്. ഇതിൽ 100ഓളം പേർ വോട്ടവകാശം ഉള്ളവരുമാണ്. 80 വയസ്സിന് താഴെയുള്ള കർദിനാളന്മാർക്കാണ് വോട്ടവകാശമുള്ളത്. വോട്ടവകാശമുള്ളവർ പൊതുസമൂഹത്തിൽ നിന്നുള്ള ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവമായൊരു ജീവിതമായിരിക്കും ഈ ദിവസങ്ങളിൽ നയിക്കുക. പാപ്പയുടെ മരണശേഷം 15 മുതൽ 20 ദിവസങ്ങൾക്കുള്ളിലാണ് കോൺക്ലേവ് ആരംഭിക്കുന്നത്. വോട്ടവകാശമുള്ള കർദിനാളന്മാർ സന്നിഹിതരാണെന്ന് ഉറപ്പാണെങ്കിൽ കോൺക്ലേവ് ആരംഭിക്കുന്നതിനുള്ള അധികാരം നോർമാസ് നൊന്നൂലസ് എന്ന മോത്തു പ്രോപ്രിയോ വഴി കർദിനാൾ സംഘത്തിന് നൽകുന്നു. മെയ് 7 മുതൽ രാവിലെ എല്ലാവരും പ്രോ എലിജന്റോ പൊന്തിഫൈസ് എന്ന പാരമ്പര്യമുള്ള ദിവ്യബലി കർദിനാൾ സംഘത്തിന്റെ തലവന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കും. തുടർന്ന് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് സകല വിശുദ്ധരുടെയും ലുത്തിനിയയുടെ അകമ്പടിയോടെ പ്രദക്ഷിണമായി കടക്കും. പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. പിന്നീട് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള പ്രാർത്ഥനാപൂർവമായ നിമിഷങ്ങളിലൂടെയാകും കടന്നുപോകുന്നത്. 2/3 ഭൂരിപക്ഷമാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന പാപ്പയ്ക്ക് വേണ്ടത്. വത്തിക്കാൻ ഡെസ്ക്, ഓക്സ് ന്യൂസ്.